സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. സ്വാമിയെ ശരണമയ്യപ്പ. ഇന്ന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസം. ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രാധാന്യങ്ങളാണ്. ഭാരതത്തിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നതിൽ ഏറ്റവും മുൻനിരയിൽ നിന്ന മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമാണ്. അതോടൊപ്പം നമുക്കെല്ലാം വിദ്യയും അറിവും ജ്ഞാനവും എല്ലാം നൽകുന്ന അമ്മ സരസ്വതി ദേവിയുടെ ദിനവുമാണ്. അങ്ങനെ ഇന്ന് രണ്ട് പ്രത്യേകതകൾ അപൂർവമായിട്ടാണ് ഇങ്ങനെ വരാറുള്ളത്. അപ്പം അങ്ങനെ ഒരു ദിവസം ഇവിടെ എത്താൻ കഴിഞ്ഞത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ഭാരതീയത്തിൻ്റെ ശ്രീ ഗിരീഷ്ടിയാണ് എന്നെ കൂടുതൽ ബന്ധപ്പെട്ടത്. ഭാരതീയത്തിൻ്റെ ഉപജ്ഞാതാവായ ശ്രീ അനിൽകുമാർ 8 പേരിൽ തുടങ്ങി ഇന്ന് 150 പേരോളം എത്തി നിൽക്കുന്ന ഭാരതീയത്തിൻ്റെ ആദ്യത്തെ 8 പേരിൽപ്പെട്ടവരിലാണ് തോന്നുന്നു ഇവിടെ ഇരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം. ശ്രീ ബിജുകുമാർ, ശ്രീ ഗീതേഷ്, ശ്രീ ഗിരീഷ്, അതുപോലെ യാത്രകളെ പറ്റി വളരെ വിശദമായി പറഞ്ഞ ശ്രീ നാൽപ്പഞ്ചേട്ടൻ, ഭാരതത്തിൻ്റെ മറ്റ് എല്ലാ പ്രവർത്തകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. മാത്രമല്ല ഇന്നിവിടെ അതിഥികളായി എത്തിയിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തും വളരെ അടുപ്പമുള്ള ഞങ്ങളൊരു ട്രസ്റ്റിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതുമായ ശ്രീ ബാബു പണിക്കർ, അതുപോലെ ഡൽഹി മലയാളി അസോസിയേഷൻ്റെ ശ്രീ രഘുനാഥൻ, ശ്രീ രാമചന്ദ്രൻ, ശ്രീ കേശവൻകുട്ടി, ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ പ്രസന്നപിള്ള ഇവിടെ വരെ വന്നു. പക്ഷേ അശുദ്ധിയുള്ളതുകൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ മടങ്ങിയ NSSന്റെ നെടുന്തൂണായ ശ്രീ ജയപ്രകാശ്, ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഭാരതീയത്തിൻ്റെ അംഗങ്ങൾക്കും ഈശ്വര വിശ്വാസികൾക്കും സനാതനധർമ്മ വിശ്വാസികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭാരതീയം എന്ന ഒരു സംഘടന എന്താണ്, എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഭാരതീയം എന്ന സംഘടന എന്താണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഞാൻ കേരളത്തിൽ സാന്നിധ്യം വഹിക്കുന്ന വിശ്വഹിന്ദു പരിഷത്ത്. വിശ്വഹിന്ദു പരിഷത്ത് എന്ന സംഘടന ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിന് പുറത്ത് 84 രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വടവൃക്ഷമാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് വിശ്വഹിന്ദു പരിഷത്ത് എന്നുള്ള ഈ മഹത്തായ പ്രസ്ഥാനം ആരംഭിച്ചത്. 1964 ശ്രീകൃഷ്ണ ജയന്തിക്കാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അത് ഇന്ന് 60 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഷഷ്ടിപൂർത്തി എന്ന് പറയും. ഒരു മനുഷ്യായുസിന്റെ പകുതി കഴിഞ്ഞ സമയമാണ് ഷഷ്ടിപൂർത്തി. ആ ഷഷ്ടിപൂർത്തിയിൽ എത്തി നിൽക്കുകയാണ് വിശ്വഹിന്ദു പരിഷത്ത്. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്തിനു വേണ്ടിയാണ് ഭാരതീയം എന്നൊരു കൂട്ടായ്മ തുടങ്ങിയത്. ഹൈന്ദവ സംരക്ഷണത്തിന്, ഹൈന്ദവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, ഹിന്ദുക്കളെ സംരക്ഷിക്കാനും വേണ്ടിയാണ് ഭാരതീയം എന്നൊരു കൂട്ടായ്മ തുടങ്ങിയതെങ്കിൽ എന്തിനു വേണ്ടിയാണ് വിശ്വഹിന്ദു പരിഷത്ത് എന്നൊരു സംഘടന ആരംഭിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കണം. 1964 ഈ സംഘടന ആരംഭിക്കുന്നത്. അതിനൊരു 2-3 വർഷം മുമ്പ്, അതായത് ഭാരതം സ്വതന്ത്രമായതിനു ശേഷം ഇവിടുന്ന് മറ്റ് രാജ്യങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഹിന്ദുക്കൾ, നമുക്കറിയാം ലോകത്തിൽ എവിടെ ചെന്നാലും
നമ്മൾ ഹിന്ദുക്കളുണ്ടാവും. പ്രത്യേകിച്ച് മലയാളികളില്ലാത്ത സ്ഥലം എനിക്കൊന്ന് ലോകത്ത് അന്റാർട്ടിക്ക പോലും ഉണ്ടാവില്ല. അവിടെ ഉൾപ്പെടെ മലയാളികളുണ്ടാവും. അപ്പൊ അങ്ങനെ ചിതറിക്കിടക്കുന്ന ഹിന്ദുക്കൾ, അന്ന് യഥാർത്ഥം പറഞ്ഞാൽ ഏറ്റവും വലിയ ഹിന്ദുക്കൾ നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് കൺവർഷനായിരുന്നു. പല രീതിയിലും ഹിന്ദുക്കളെ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കൺവർഷൻ നടത്തിയിരുന്നത് ക്രിസ്ത്യാനിറ്റിയിലേക്കാണ്. അതിനുവേണ്ടി വളരെ ആഗോളമായ ശ്രമം ഉണ്ടായിരുന്നു. ഹിന്ദു മതത്തെ തന്നെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യാനുള്ള ഒരു വലിയ ശ്രമം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ, ലണ്ടനിൽ, അതുപോലെ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ, ആസ്ട്രേലിയയിൽ, അങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെ ഒരു തീവ്ര ശ്രമം വന്നപ്പോൾ അവിടുന്ന് ആൾക്കാർ കുറച്ചുപേര് സംഘടിപ്പിച്ചു. അവർ നമ്മുടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഡൽഹിയിൽ വന്നു. അന്ന് പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹത്തെ അവർ തുടർച്ചയായിട്ട് 3 or 4 പ്രാവശ്യം ഇങ്ങനെ കണ്ട് ഈ വിഷയത്തെ പറ്റി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഒരു ഹൈന്ദവ ജനത തന്നെ, അല്ലെങ്കിൽ ഹൈന്ദവ ബിംബം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ജവഹർലാൽ നെഹ്റുവിന്റെ ഭാഗത്തു നിന്നും വലിയ ഒരു ചലനമൊന്നും ഉണ്ടായില്ല. ഈ സമയത്ത് ജവഹർലാൽ നെഹ്റുവിന്റെ ഓഫീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സീനിയർ ആയിരുന്ന വ്യക്തി ഇവരുടെ വരവും പോക്കും എല്ലാം കണ്ടിട്ട് ഇവരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടന്നതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ നേരെ നാഗ്പൂരിലേക്ക് പോകും. അന്ന് നാഗ്പൂരിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 2ാമത്തെ സർസംഘചാലകാരൻ ഗുരുജി ഗോൾവാൾക്കർ, അദ്ദേഹമാണെന്ന് RSSനെ നയിച്ചുകൊണ്ടിരുന്നത്. ഗുരുജിയെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഇവർ നേരെ ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് നേരെ നാഗ്പൂരിൽ പോയി ഗുരുജിയെ കണ്ടു. ഗുരുജി പറഞ്ഞു, ഞാൻ ഈ വിഷയത്തെ പറ്റി വളരെ ഗഹനമായി ചിന്തിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, പത്രപ്രവർത്തകൻ ആപ്തേ, അദ്ദേഹത്തെ ഭാരതം മുഴുവൻ യാത്ര ചെയ്യിച്ചിരിക്കാൻ, ഇതിനെപ്പറ്റി പഠിക്കാൻ, ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വാമി ചിന്മയാനന്ദനുമായിട്ട് ഈ വിഷയത്തെ പറ്റി സംസാരിച്ചു. ചിന്മയാനന്ദജി അന്ന് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തോട് ഒരുപാട് പേര് പരാതി പറയുകയും ഒരു ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നില്ല, എങ്ങനെ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാം, എങ്ങനെ അവരുടെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഉപദേശം നൽകാം, സനാതനം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം, അടുത്ത തലമുറയിൽ കൈമാറാം, അങ്ങനെയൊക്കെയുള്ള ഒരു വിഷയം നടന്നുകൊണ്ടിരുന്ന സമയമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല, സ്വാമി ചിന്മയാനന്ദൻ നമ്മൾ മലയാളിയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ രസമുള്ളതാണ്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. ബാലകൃഷ്ണൻ മേനോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം യഥാർത്ഥം പറഞ്ഞാൽ ഒരു നിരീശ്വരവാദിയായിരുന്നു. അതാണ് സത്യം. അദ്ദേഹം ഈശ്വരനില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഹിമാലയത്തിലേക്ക് പോയ വ്യക്തിയാണ്. തിരിച്ചു വന്നത് സന്യാസിയാണ്. അതാണ് അദ്ദേഹം, ആ ചിന്മയാനന്ദജി. അതുപോലെ ഈശ്വരനില്ല എന്ന് തെളിയിക്കാൻ പോയ ഒരുപാട് പേർക്ക് സന്യാസിയായ അനുഭവങ്ങളുണ്ട്, ഒരുപാട് പേർക്കുണ്ട്. അപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു മുസ്ലിമിനെയും ഒരു ക്രിസ്ത്യാനിയെയും ഹിന്ദു ആക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരു ഹിന്ദുവിനെ ഹിന്ദു ആകാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്നാണ് പറഞ്ഞത്. കാര്യം നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിലാണ് നമ്മളെ ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നമ്മളാണ് വിട്ടുപോകുന്നത്. പുതിയ തലമുറയിലേക്ക് ഒട്ടുമെത്തുന്നില്ല. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ അന്ന് ഇവരെല്ലാം ചിന്തിച്ചിട്ട് 1964 ജന്മാഷ്ടമി ദിനത്തിൽ ചിന്മയാനന്ദജിയുടെ മുംബൈയിലെ പവായിലുള്ള അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ, ആ ആശ്രമത്തിൽ ഒത്തുകൂടി. അതൊക്കെ ഭാരതത്തിന്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റമുള്ള എല്ലാ സന്യാസിശ്രേഷ്ഠന്മാര്, ഹൈന്ദവ ആചാര്യന്മാര്, ബഹുമ പ്രതിഭകളെല്ലാം ചേർന്നിട്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്നൊരു മഹത്തായ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. അതിനുശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും 1965 ഉടുപ്പിയിലെ വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു സന്യാസി സംഗമം നടത്തി. ഈ 4 പരമ്പരയിൽപ്പെട്ട ശങ്കരാചാര്യന്മാരും ഒന്നിച്ച് ഒരു വേദിയിൽ എത്തിയത് അന്നായിരിക്കും. അതിനുശേഷം വന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. കുംഭമേളയ്ക്കൊക്കെ വരുമെങ്കിലും ഒരേ വേദി പങ്കിടാറില്ല. അങ്ങനെ എല്ലാ പരമ്പരയിൽപ്പെട്ട സന്യാസിമാരും പങ്കെടുത്ത് ആ വേദിയിൽ വെച്ചാണ് ഈ പ്രസ്ഥാനത്തിന് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന നാമം നൽകിയത്. അതിന്ന് എല്ലാ സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് നമുക്ക് ഈ വടക്കേ ഭാരതത്തിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് നിലനിൽക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കീഴിൽ ഒരുപാട് ആയാമങ്ങളുണ്ട്.
അതിൽ പ്രധാനരായമാണ് സന്യാസിമാർക്ക് മാത്രമുള്ള മാർഗദർശകമുണ്ട്. അതുപോലെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബജരംഗകൾ, ചെറുപ്പക്കാരികൾക്ക് വേണ്ടിയിട്ടുള്ള ദുർഗാവാഹിനി, അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള മാതൃസമിതി, അങ്ങനെ ഒരുപാട് ആയാമുകളും ഒരുപാട് പ്രവർത്തനങ്ങളും വിശുദ്ധ പരിഷത്ത് നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ വിശുദ്ധ പരിഷത്തും ഭാരതീയവുമായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞു വന്നത് അവിടെയാണ്. കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ ഹിന്ദുക്കൾ, ഇവിടെ എല്ലാം ഹിന്ദുക്കൾ മാത്രമാണ് ഇരിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഹിന്ദുക്കൾ എന്തുകൊണ്ട് നമ്മുടെ കടമകൾ നമ്മൾ ആചരിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മുടെ ചിന്തകളും നമ്മുടെ സനാതന ധർമ്മവും നമ്മുടെ ഈശ്വരീയതയും എല്ലാം പറഞ്ഞു കൊടുക്കുന്നില്ല? അവിടെയാണ് ഏറ്റവും വലിയ ദോഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പിന്നെ മറ്റു മതങ്ങളെ ഒന്ന് എടുത്ത് നോക്കൂ. ഇപ്പോ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ഇവിടേക്ക് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ അതിരാവിലെ 4 മണി 5 മണിക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴും കൊച്ചുകുട്ടികളെ തൊപ്പിയിട്ട് കൊച്ചുകുട്ടികളുടെ കൈയും പിടിച്ച് 5 മണിക്ക് 6 മണിക്ക് മദ്രസയിലേക്ക് പോകുന്ന അമ്മമാരെ കാണാം. എല്ലാ ഞായറാഴ്ചകളിലും പള്ളികളിൽ കൃത്യമായിട്ട് സൺഡേ സ്കൂളിന് അയക്കുന്ന കുട്ടികളുണ്ട്. സൺഡേ സ്കൂളിന് ചെന്നില്ലെങ്കിൽ 2 ആഴ്ച ചെന്നില്ലെങ്കിൽ 3-ാമത്തെ ആഴ്ച അവിടുത്തെ അച്ഛനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തരോ വിളിച്ചു ചോദിക്കും, എന്താ കുട്ടി സൺഡേ സ്കൂളിൽ വന്നില്ല എന്ന് ചോദിക്കും. അങ്ങനെ വരാതിരുന്നാൽ അവർ പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അവരൊക്കെ പഠിക്കുന്ന എന്താണ്? കൃത്യമായിട്ട് അവരുടെ മതം എന്താണെന്ന് പഠിക്കുന്നു. ഇപ്പോ മദ്രസകളിൽ മതം മാത്രമാണോ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈയിടയ്ക്ക് നിങ്ങളെല്ലാം വായിച്ചുകൊണ്ടെന്ന് തോന്നുന്നു, കണ്ണൂർ ഭാഗത്ത് ഒരു കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പരീക്ഷാ പേപ്പറിൽ ലോകത്തുള്ള എല്ലാ തീവ്രവാദ സംഘടനകളുടെയും പേര് അക്ഷരം തെറ്റില്ലാതെ എഴുതി വെച്ചു. അപ്പൊ എങ്ങനെയായിരിക്കും? അവിടെ മതം മാത്രമാണോ പഠിപ്പിക്കുന്നത്? ആയിരിക്കില്ല. അത് വളരെ ദോഷമായി ഭവിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ട് നമുക്ക് എല്ലാവരും എന്താ പറയാ, ഒരു മതേതര സമ്പ്രദായം അല്ലെങ്കിൽ മതസൗഹാർദ്ദം എന്ന് പറയുന്ന എല്ലാ മതങ്ങളും ഒന്നിച്ച് കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ കഴിയേണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഈ മതസൗഹാർദ്ദവും മതേതരവും ഹിന്ദുവിന്റെ മാത്രം ബാധ്യതയായി മാറിയിരിക്കുകയാണ്. മറ്റു മതങ്ങൾക്കൊന്നും അത് ബാധ്യതയില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, ആരെ വേണമെങ്കിലും പറയാം, ഹൈന്ദവ ബിംബങ്ങളെ എങ്ങനെ വേണമെങ്കിലും അധിക്ഷേപിക്കാം, ഏത് രീതിയിലും ക്ഷേത്രങ്ങളെ കുറ്റം പറയാം. ആർക്കൊന്നും ചെയ്യില്ല. പക്ഷേ ഒരു ഹിന്ദു ഏതെങ്കിലും ഒരാൾ ഒന്ന് ആക്ഷേപിച്ച് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ആക്ഷേപിച്ചൊരു പോസ്റ്റ് ഇട്ടാലോ കേസായി വഴക്കായി, അത് എന്താ പറയാ, ജാമ്യമില്ല വകുപ്പ് വരെയായി. ഇടയ്ക്ക് നിങ്ങൾ അറിഞ്ഞാണ്, നമ്മുടെ ശബരിമലയില് മതേതര സർക്കാർ, അതായത് നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാർ, നാസ്തികരായ കമ്മ്യൂണിസ്റ്റുകാർ, അവർക്ക് പെട്ടെന്നൊരു അയ്യപ്പ സ്നേഹമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇല്ലാതിരുന്ന അയ്യപ്പ സ്നേഹം? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞാൽ താമസിയാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ കുറെ കാലമായിട്ട് ഈ കമ്മ്യൂണിസത്തിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുക്കൾ, ഞാനിപ്പോ ഇവിടെ ഡൽഹിയിൽ വരുന്നത് യഥാർത്ഥം ഞാൻ കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങൾക്കുള്ളിൽ 2-3 സ്ഥലങ്ങളിൽ പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പല ആൾക്കാരും എന്നെ വന്ന് കണ്ട് പറഞ്ഞത്, മടുത്ത് സാറേ, ഇതൊക്കെ എത്ര കാലമായി സഹിക്കുന്നു, ഞങ്ങൾ ഇതിനു വേണ്ടി ഞങ്ങളുടെ ചോരയും നീരും എല്ലാം ഒഴുകിയതാണ്. അപ്പൊ അവർ പറഞ്ഞത് ഒരുപാട് പേരുടെ റെപ്രസെന്റേഷനാണ്. അപ്പൊ ഒരുപാട് പേര് ഈ പാർട്ടിയിൽ നിന്ന് വിട്ടു പോയിക്കൊണ്ടിരിക്കുക. അതേ സമയത്ത് അപ്പുറത്തെന്താണ്, അവർ പ്രതീക്ഷിച്ച ആൾക്കാർ മുസ്ലിം മൊത്തം CPIയിലേക്ക് ഒഴുകി വരുമെന്ന് പറഞ്ഞു, അവരും വരുന്നില്ല. ഇങ്ങനൊരു അവസ്ഥാവിശേഷത്തിൽ ശ്രീ പിണറായി വിജയൻ വീണ്ടും ഒരിക്കൽ കൂടെ എങ്ങനെയെങ്കിലും കടിച്ച് തൂങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പനെങ്കിൽ അയ്യപ്പൻ, അല്ലെങ്കിൽ വിവേകാനന്ദനെങ്കിൽ വിവേകാനന്ദൻ, ഭഗവത്ഗീതയെങ്കിൽ ഭഗവത്ഗീത, എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചൊരു നിമിഷമാണ് പമ്പയിൽ നടന്നത്. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? ആഗോള അയ്യപ്പ സംഗമം. അപ്പൊ ആദ്യം പുറത്തു പറയുന്നത് ആഗോള അയ്യപ്പ ഭക്ത സംഗമം. ഭക്ത എന്നുള്ള സാധനം അവസാനം അവർ എടുത്തിട്ട് കളഞ്ഞു. ഭക്തി ഉണ്ടെങ്കിലേ ഭക്ത എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അവിടെ പിണറായി വിജയൻ പറയാൻ പറ്റുള്ളൂ ഞാൻ അയ്യപ്പന്റെ ഭക്തനാണ്, അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റും. അപ്പൊ ഇത് ഒരു പ്രഹസനമായി മാറി. അപ്പൊ ഇങ്ങനെ പ്രഹസനം നടത്താൻ പാടില്ല എന്നുള്ളത് ആചാര്യന്മാരും ഹൈന്ദവ സന്യാസിമാരും എല്ലാവരും വേണ്ട രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷെ പറഞ്ഞവരെല്ലാം എന്താ പറയാ, അവരെല്ലാം കുഴപ്പക്കാരായി, അവരെല്ലാം ഇതിൽ നിന്ന് അകറ്റി നിർത്താൻ തുടങ്ങി. അപ്പൊ യഥാർത്ഥം പറഞ്ഞാൽ ഹൈന്ദവ സംഘടനകളില്ലാതെ, സന്യാസി വര്യന്മാരില്ലാതെ, ആചാര്യന്മാരില്ലാതെ എന്തോ സംഘം
അപ്പൊ അങ്ങനൊരു സംഗമമാണ് പമ്പയിൽ നടത്തിയത്. അപ്പോ ഇപ്പൊ പത്രക്കാർ എഴുതുന്നുണ്ട് അതിന് ബദൽ സംഗമമൊന്നുമല്ല. യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരുടെ സംഗമം നടത്തണമെന്ന് വിശ്വ പരിഷത്താണ് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വന്നത്. ബാക്കി എല്ലാ ഹൈന്ദവ സംഘടനകളും രാഷ്ട്രീയ സ്വയം സേവക സംഘവും അതിനെ പിന്തുണച്ചപ്പോ പന്തളത്ത് അങ്ങനൊരു സംഗമം നടന്നു. അതിനു മുമ്പ് തന്നെ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയ്യപ്പ സംഗമം എന്ന പ്രഹസനം പമ്പയിൽ നടന്നപ്പോ ഞാൻ ടിവിയിലൂടെയാണ് കണ്ടത്. ഈ ഡൽഹിയിൽ യഥാർത്ഥ ഒരു അയ്യപ്പ ഭക്ത സംഗമം നടന്നു. ശിവാവ പണിക്കരുടെയും ജനം ടിവിയുടെ എല്ലാ നേതൃത്വത്തിൽ അതൊരു വലിയ പമ്പയിൽ വന്നതിന് 4 ഇരട്ടി ജനം ഇവിടെ വന്നു എന്ന് പറയാം. അവിടെ പല കസേരകളും മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ പോലും ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. ഇവര് നാളൊട്ടും വിളിച്ചിട്ടും പല ആൾക്കാരും അവിടെ വന്നില്ല. കാര്യം ഭയന്നിട്ടാണ് വരായിരുന്നത്. കാരണം അയ്യപ്പ സംഗമം നടത്തുന്നത് പിണറായി വിജയനുണ്ട്. അയ്യപ്പ ശാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ ഒരുപാട് ആൾക്കാരെ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കുകയും ആദരിക്കുകയും ചെയ്ത ആ പുള്ളി കിട്ടിയ ശാപം അവർക്കൂടെ വീതിച്ചു പോകുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാരും അവിടെ വന്നില്ല. യഥാർത്ഥ അയ്യപ്പ ഭക്തരാരും വന്നില്ല. അവിടെ വന്നത് കുറെ കമ്മ്യൂണിസ്റ്റുകാരും കുറെ ഉദ്യോഗസ്ഥരും പിന്നെ ഇങ്ങനെ പേടിച്ചു വരുന്ന കുറെ ആൾക്കാർ എന്നേ ഞാൻ എടുത്തു പറയുള്ളൂ. അപ്പൊ ആ സമയത്ത് പന്തളത്ത് അയ്യപ്പസ്വാമി കളിച്ചു വളർന്ന അയ്യപ്പസ്വാമിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ആ പന്തളത്തിന്റെ മണ്ണിൽ എല്ലാ ഹൈന്ദവ സംഘടനകളും സന്യാസിമാരും എല്ലാം ഒത്തുകൂടിക്കൊണ്ട് ഈ സെപ്റ്റംബർ 22-ാം തീയതി ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്തി. ശബരിമല സംരക്ഷണ സംഗമം നടത്തി. അപ്പോ തിങ്കളാഴ്ചയാണ്, അറിയാലോ, ഞായറാഴ്ച കഴിഞ്ഞ് അവധി ദിവസം കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തിരക്കുള്ള ദിവസമാണ്. അത് ഉച്ചയ്ക്ക് 3 മണിക്കുമാണ്. ആ സമയത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു 10,000-4,000 പേരൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷെ ഒരു 10,000-20,000 ഇപ്പുറത്ത് ആൾക്കാർ വരികയും ഞങ്ങൾ ഉദ്ദേശിച്ച ആ സ്ഥലത്തേക്ക് പോലും എത്തിപ്പെടാൻ പറ്റാതെ റോഡിൽ നിറഞ്ഞു പോവുകയും വണ്ടികൾ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ആൾക്കൂട്ടമാണ് അവിടെ വന്നത്. അതാണ് യഥാർത്ഥ ഭക്തൻ, അതാണ് ഭക്തസംഘം. അപ്പൊ അവിടെ വെച്ചിട്ട് ഇവിടുത്തെ ആ സംഗമത്തിൽ പങ്കെടുത്ത കുറച്ചു പേരെങ്കിലും ഇവിടെ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ അന്ന് പ്രധാനമായിട്ട് ഇവിടെ പ്രസംഗിച്ചവരിൽ ഏറ്റവും എനിക്ക് വളരെ ശക്തമായിട്ട് പ്രസംഗിച്ച വ്യക്തിയായിട്ട് തോന്നിയത് നമ്മുടെ സ്വർഗീയനായ നമ്മുടെ ശ്രീരാമദാസ ആശ്രമം മഠാധിപതിയായിരുന്ന നമ്മുടെ സ്വാമിജിയുടെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മഠാധിപതി ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷി അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചിരുന്നു. അദ്ദേഹമാണ് പന്തളത്ത് ഒരു പ്രസംഗം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മതേതരം എന്ന് പറയുമ്പോൾ മറ്റ് മതങ്ങളെ കുറിച്ച് ഹിന്ദുക്കൾ പറഞ്ഞാലാണ് പ്രശ്നം. അപ്പൊ അദ്ദേഹം ചില സത്യങ്ങൾ അവിടെ തുറന്നു പറഞ്ഞു. ആ സത്യങ്ങൾ എന്താണ്? കുറെ കാലമായിട്ട് നമ്മളെ അടിച്ചേൽപ്പിച്ച അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഒരു ജാഗ്രത കുറവുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നൊരു കാര്യമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള 2 ബിംബങ്ങൾ. സത്യാനന്ദ സരസ്വതി സ്വാമികൾ തിരുവടികൾ 30 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിലുള്ളത് വാവൂരസ്വാമിയാണ്, അവിടെ വാവർക്ക് മുന്നിൽ നടവച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിക്ക് അയ്യപ്പനുമായിട്ടോ ധർമ്മശാസ്ത്രവുമായിട്ടോ ശബരിമലയുമായിട്ടോ കുലബന്ധം പോലുമില്ല എന്നുള്ളതാണ് സത്യം. 1950 കാലഘട്ടത്തിൽ ആ ക്ഷേത്രം തീവച്ച് നശിപ്പിക്കപ്പെട്ടു. ശബരിമല 3 പ്രാവശ്യമാണ് തീവയ്ക്കപ്പെട്ടത്. തീവയ്ക്കപ്പെട്ടത് 1 പ്രാവശ്യമാണ്, 2 പ്രാവശ്യം തീ പിടിച്ചതാണ്. 1 പ്രാവശ്യം ഉദയന്റെ കാലഘട്ടത്തിൽ, അയ്യപ്പസ്വാമിയുടെ കാലഘട്ടത്തിൽ ആ ക്ഷേത്രം തീവച്ച് നശിപ്പിക്കുകയും ആ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ശബരിമല ക്ഷേത്രം നിർമ്മിച്ചത് സാക്ഷാൽ പരശുരാമനാണ് ശബരിമല ധർമ്മശാസ്താവിന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്, ആദ്യത്തെ വിഗ്രഹം. ആ ക്ഷേത്രം നിർമ്മിച്ചതും ആ 18-ാം പടി രൂപകൽപ്പന ചെയ്തതും സാക്ഷാൽ അഗസ്ത്യ മുനിയാണ്. പരശുരാമൻ കേരളത്തെ വീണ്ടെടുത്ത ശേഷം കേരളത്തിന്റെ രക്ഷയ്ക്കായിട്ട് കടലോരങ്ങളിലെല്ലാം ദുർഗാലയങ്ങളിലും കേരളത്തിന്റെ മധ്യഭാഗത്തെല്ലാം വൈഷ്ണവ ശൈവ ക്ഷേത്രങ്ങളും മലയോരം കാക്കാൻ വേണ്ടി ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളുമാണ് നിർമ്മിച്ചത്. അതിൽ 5 ക്ഷേത്രങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം. ബാലരൂപത്തിൽ കുളത്തൂപ്പുഴയിലും, യൗവനയുക്തനായിട്ട് ആര്യങ്കാവിലും, പൂർണ്ണാപുഷ്കല സമേത ഇവിടുത്തെ പ്രതിഷ്ഠ പൂർണ്ണാപുഷ്കലാസമേതനായ ഗ്രഹസ്ഥനായിട്ട് അച്ചൻകോവിലും
അപ്പൊ 3 ആശ്രമങ്ങൾ കഴിഞ്ഞ് അടുത്ത ആശ്രമം എന്ന് പറയുന്നത് സന്യാസാശ്രമമാണ്. ഒരു പുരുഷായുസിന്റെ വ്യത്യസ്ത രീതികളാണ്. ആ സന്യാസ രൂപത്തിലാണ് ധർമ്മശാസ്താവിനെ ശബരിമലയിൽ പ്രതിഷ്ഠിച്ചത്. ആ സന്യാസ രൂപത്തിലുള്ള ധർമ്മശാസ്താവിന്റെ ആത്മചൈതന്യം, ആ ആത്മചൈതന്യമാണ് ചൈതന്യ രൂപത്തിൽ പൊന്നമ്പലമേട് കാന്തമലയെന്നും പറയും അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. അവിടെ മാത്രമാണ് വിഗ്രഹമില്ലാതെ. ആ പരശുരാമൻ പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഉദയനാൽ നശിപ്പിക്കപ്പെട്ടു. അയ്യപ്പസ്വാമി ശബരിമല ധർമ്മശാസ്താവിന്റെ മനുഷ്യാവതാരമായ അയ്യപ്പസ്വാമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലിയുഗത്തിൽ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു ഈശ്വര അവതാരമാണ് അയ്യപ്പൻ. മറ്റൊരു അവതാരവും കലിയുഗത്തിൽ ഉണ്ടായിട്ടില്ല. ശ്രീകൃഷ്ണ അവതാരം കഴിഞ്ഞാൽ അടുത്ത ഒരു അവതാരം, ഈശ്വരന്റെ ഒരു അവതാരം എന്ന് പറയുന്ന അയ്യപ്പസ്വാമിയാണ്. മാത്രമല്ല അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ മലയാളികൾക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ ആളായി മാറി അയ്യപ്പൻ എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിന്റെ ഈശ്വരനാണ്. അതിപ്പോ നമ്മുടെ കേരളത്തിന്റെ മാറി നമ്മുടെ എന്താ പറയുക തെക്കേ ഇന്ത്യയുടെ അല്ല, ഇന്ന് ഭാരതത്തിന്റെ ലോകത്തിന്റെ മൊത്തം ഈശ്വരനായ അയ്യപ്പസ്വാമി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ അയ്യപ്പസ്വാമി അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ പരദേവതാ ക്ഷേത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമ്മൾ പറയേണ്ടത് ബദരിനാഥാണ് ഭാരതത്തിന്റെ പരദേവതാ ക്ഷേത്രം. അതുപോലെ കേരളത്തിന്റെ പരദേവതാ ക്ഷേത്രം എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയേണ്ടത് സാക്ഷാൽ ശബരിമലയാണ് നമ്മുടെ മലയാളികളുടെയും സൗത്ത് ഇന്ത്യയിലുടെയും പരദേവതാ ക്ഷേത്രം. കാര്യം അത്രയും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമലയിലുള്ളത്. ആ ശബരിമല ക്ഷേത്രം ധർമ്മശാസ്ത്ര ക്ഷേത്രമായിരുന്നു. ഉദയനാൽ നശിപ്പിക്കപ്പെട്ടു. അയ്യപ്പസ്വാമി അവിടെ പുനരുദ്ധാരണം ചെയ്തു. അവിടെ അടുത്ത വിഗ്രഹം ശിലാവിഗ്രഹമായിരുന്നു. ആ ശിലാവിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു. ആ ശിലാവിഗ്രഹത്തെയാണ് 1950 കാലഘട്ടത്തിൽ ചില സാമൂഹ്യ ദ്രോഹികൾ 17 കഷ്ണമായിട്ട് വെട്ടിമുറിച്ചു. അതുപോലെ തീവച്ച ക്ഷേത്രം നശിപ്പിച്ചു. അപ്പോ അയ്യപ്പസ്വാമി ആ ക്ഷേത്രം നിർമ്മിച്ചിട്ട് അവിടെ ശബരിമലയ്ക്ക് ശ്രീകോവിൽ എന്ത് പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യമാണ് ശബരിമലയിൽ നമ്മൾ മാളികപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള മണിമണ്ഡപത്തിൽ. ആ മണിമണ്ഡപത്തിൽ അയ്യപ്പസ്വാമി ജീവസമാധി കൊണ്ടിട്ട് അദ്ദേഹത്തിന്റെ ആത്മചൈതന്യമാണ് ധർമ്മശാസ്താവിൽ ലയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് ഒരേ ഒരു അയ്യപ്പ ക്ഷേത്രമേ ഉള്ളൂ, അത് ശബരിമല മാത്രമാണ്. ബാക്കി എല്ലാ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളാണ്. അയ്യപ്പ ക്ഷേത്രം അയ്യപ്പന്റെ, അതുകൊണ്ടാണ് അത്രയും പ്രാധാന്യമാണ് ക്ഷേത്രത്തിന് വരുന്നതും. ആ ക്ഷേത്രത്തിൽ പറഞ്ഞ യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിരോധനമുള്ളതും ഓരോ അവിടുത്തെ ചടങ്ങുകൾക്കുള്ള പ്രാധാന്യം. അപ്പൊ അവിടെ മറ്റൊരു പ്രാധാന്യമുണ്ട്. നിങ്ങളെല്ലാം ശ്രീചക്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇന്ന് അമ്മയുടെ ദിവസമാണ്. ശ്രീചക്രമാണ് അമ്മയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 3 ശ്രീചക്രങ്ങളുണ്ട്. ആ 18ാം പടി കയറുമ്പോൾ 18ാം പടിയുടെ ഉള്ളിൽ അടിയിൽ ഒരു ശ്രീചക്ര പ്രതിഷ്ഠയുണ്ട്. അതുപോലെ ശ്രീകോവിൽ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിന്റെ അടിയിൽ ഒരു ശ്രീചക്ര പ്രതിഷ്ഠയുണ്ട്. മണിമണ്ഡപത്തിൽ അയ്യപ്പന്റെ ജീവസമാധി കൊണ്ട് അവിടെയുണ്ട് ഒരു ശ്രീചക്ര പ്രതിഷ്ഠ. അങ്ങനെ 3 ശ്രീചക്ര പ്രതിഷ്ഠകൾ ശബരിമലയിൽ. മാത്രമല്ല ശബരിമല എന്ന് പറയുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ശിവലിംഗമാണ്. ആ 18ാം പടിക്ക് മുകളിൽ കീഴിലുള്ള ശിവലിംഗമാണ്. ആ ശിവലിംഗത്തിന്റെ മുകളിലാണ് സാക്ഷാൽ ധർമ്മശാസ്താവ് കുടികൊള്ളുന്നത്. എല്ലാ ധർമ്മങ്ങൾക്കും ധർമ്മങ്ങളെ ശാസിക്കാൻ അധികാരമുള്ള, ധർമ്മങ്ങളെ നിയന്ത്രിക്കാൻ അധികാരമുള്ള, ധർമ്മത്തിന്റെ രക്ഷകനായ വ്യക്തിയാണ് ധർമ്മശാസ്ത്രം. ആ ധർമ്മശാസ്താവിൻ്റെ അടുത്താണ് ഈ കക്ഷികൾ കളിക്കുന്നത്. ആ കളിക്കുന്നതിന്റെ ഓരോ പ്രശ്നങ്ങളും അറിയാം. നമ്മളുടെ സ്ത്രീ പ്രവേശനം മുതൽ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സ്ത്രീ പ്രവേശനം സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. സ്ത്രീകളെ നിങ്ങളോട് ഗേറ്റിയെ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല. താല്പര്യമുള്ളവർ വന്നാൽ തടയരുതെന്ന് മാത്രമാണ് പറഞ്ഞത്. ഒരാൾ പോലും, ഒരു അയ്യപ്പ വിശ്വാസികളും യുവതികളായിട്ടുള്ള ഒരാൾ പോലും അവിടെ നിങ്ങൾക്ക് പോയേ പറ്റുള്ളൂ എന്ന് ആരും വന്നില്ലല്ലോ. ഒരാൾ പോലും വന്നില്ല. അപ്പൊ പിണറായി തോന്നി നമുക്ക് അങ്ങനെ വിട്ടാൽ പറ്റില്ല, ഒരാളിനെ കയറ്റണം. അപ്പൊ നോക്കി ഭാര്യ കിട്ടി. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കറുപ്പെന്ന് പറഞ്ഞാൽ അയ്യപ്പസ്വാമിക്ക് ഏറ്റവും ആ വ്രതം അനുഷ്ഠിക്കുമ്പോൾ എല്ലാ മറ്റ് ചിന്തകളും മാറാൻ വേണ്ടിയാണ് കറുപ്പ്. ഒരു മറ്റ് ചിന്തകളും മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് കറുപ്പ് കൊടുത്തിട്ട് വൃത്തിയായിട്ട രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒരു സ്ത്രീയെ, BSNL ഉദ്യോഗസ്ഥയെ പോലീസിന്റെ അകമ്പടിയോടെ പോലീസിന്റെ യൂണിഫോം ഇട്ട് ഹെൽമറ്റ് വെച്ച് ശബരിമലയിൽ കൊണ്ടുപോയി. അന്ന് അവിടെ വന്ന ഭക്തരായ ആൾക്കാരുടെ ഒരു ധൈര്യവും, അന്ന് അവിടെ തന്ത്രിയായിരുന്ന രാജീവ് തന്ത്രിയുടെ ഒരു തീരുമാനവും കൊണ്ട് അവർക്ക് പടിയവിട്ടാൻ പറ്റിയില്ല. പടിയവിട്ടിയാൽ നടയടയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ
പുണ്യാൻ കഴിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ തിരിച്ചു പോരുക. പക്ഷെ അതുകൊണ്ട് പുള്ളിക്ക് മതിയായില്ല. രാത്രിയുടെ മറവിൽ മറ്റു 2 സ്ത്രീകൾ, ഒരു ബിന്ദു അമ്മണിയും ഒരു കനകദുർഗയും, രണ്ടുപേരെയും ചാക്കി കെട്ടിച്ച് രാത്രി ശബരിമലയിൽ എത്തിച്ച് അവിടെ ആചാര ലംഘനം നടത്തി. എന്നിട്ട് പുള്ളി പിറ്റേ ദിവസം പൊട്ടി ചിരിയോടുകൂടി പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ അത് അയ്യപ്പ കോപമായി മാറി എന്നുള്ളതാണ് ഈ ശബരിമലയിലേക്ക് പമ്പയിൽ നടത്തിയ സംഗമത്തിന്റെ അടുത്ത കാര്യം. മാത്രമല്ല അവിടെ ഒരു കാര്യം ബോധ്യമായത്, അന്നാണ് കേരളത്തിലെ ഹിന്ദുക്കൾ നമ്മൾ പറയുന്നത് വിഘടിച്ച് നിൽക്കുകയാണ്. നമുക്കിപ്പോ കേരളത്തിന് പുറത്തു വരുമ്പോഴാണ് യഥാർത്ഥ ഹിന്ദുക്കളെ കാണാൻ പറ്റുന്നത്. കേരളത്തിൽ ഹിന്ദുക്കൾ ഇല്ല എന്നുള്ളതാണ് സത്യം. അവിടെ നായരുണ്ട്, ഈഴവരുണ്ട്, നമ്പൂരുണ്ട്, നായരുണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ട്. പക്ഷെ ഹിന്ദുക്കളെ കാണാൻ പറ്റില്ല. ആരെങ്കിലും കേരളത്തിൽ നിങ്ങൾ ചോദിച്ചു നോക്കും, നിങ്ങൾ എന്തായാലും ഞാൻ ഹിന്ദുവാണ് പറയുന്ന ഒരാളെയും കാണിച്ചു തരാൻ പറ്റും? ഞാൻ ഹിന്ദുവാണെന്ന് പറയുന്ന ഒരാളും ഉണ്ടാവില്ല. ഞാൻ നായരാണെന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ ഈഴവനാണെന്ന് പറയില്ല, ഞാൻ നമ്പ്യാരാണെന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ നമ്പൂരിയാണെന്ന് പറയും, അങ്ങനെ പലരും പറയും. ഞാനൊരു ഹിന്ദുവാണ്, ഐ എം എ പ്രൗഡ് ഹിന്ദു എന്ന് പറയുന്ന ഒരാളെ പോലും നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയില്ല. അത് കാരണം കേരളത്തിന് പുറത്തേക്ക് പോകാം. അപ്പൊ ഇവിടെ നമുക്ക് മറ്റു പല സ്ഥലങ്ങളിലും ആ ഹിന്ദുത്വം എന്നുള്ള ഒരു ചിന്തയുണ്ട്. കേരളത്തിന് അതാണ് ഇല്ലാതെ പോയത്. അപ്പൊ ആ സമയത്താണ് ഈ സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പോ പന്തളത്താണ് ആദ്യമായിട്ട് ഇതിന് ഒരു എതിരായിട്ട്, അല്ലെങ്കിൽ ഇതിന് ഇത് തെറ്റാണെന്ന് പറഞ്ഞൊരു ഒരു നാമജപ കൂട്ടായ്മ പന്തളം കൊട്ടാരുന്ന ശരീരനായ ശ്രീ ശശികുമാര വർമ്മയുടെ നേതൃത്വത്തിലാണ് ആലോചിച്ചത്. വളരെ ചെറിയൊരു കൂട്ടായ്മയാണ് ആലോചിച്ചത്. പക്ഷെ അവിടെ പ്രതീക്ഷിച്ചതിനപ്പുറം എത്രയോ ഇരട്ടി ആൾക്കാരോടൊന്ന് കൂടി. അത് പിന്നീട് തുടക്കമായിരുന്നു. ആ പന്തളത്ത് തുടങ്ങിയ ആ നാമജപ ഘോഷയാത്രയും ആ പ്രതിഷേധങ്ങളും ഭാരതത്തിൽ മാത്രമല്ല ലോകമൊട്ടാകെ, ലണ്ടനിലും ആസ്ട്രേലിയയിലും US എല്ലായിടത്തും അത് പടർന്നു പിടിച്ചു. അവിടെയാണ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബോധ്യമായത്, ഹൈന്ദവർ ഒന്നിക്കണമെങ്കിൽ ഈശ്വരീയതയിലൂടെ അല്ലെങ്കിൽ ആ സനാതന ധർമ്മത്തിലൂടെ ഒന്നിക്കൂന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൂടെ ഒന്നിക്കൂന്ന് മനസ്സിലായി. അത് അവിടുന്ന് തൊട്ടാണ് ഒരു ക്ഷേത്രങ്ങളെ നോട്ടം വയ്ക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പ് നമ്മൾ ആലോചിച്ച് നോക്കൂ, പല കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകൾ വന്നപ്പോഴും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മന്ത്രിസഭകൾ വന്നപ്പോഴൊക്കെ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഈ ഒരു മന്ത്രി എന്ന് പറയുന്നത് ഏതെങ്കിലും അവരുടെ ഒരു ഘടകകക്ഷിപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കാറുള്ളൂ. അത് കഴിഞ്ഞാണ് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ വന്നു തുടങ്ങിയത്. കടകംപള്ളി ആയാലും രാധാകൃഷ്ണനായാലും ഇപ്പോഴത്തെ വാസവനായാലും ഇവരെല്ലാം വന്നു തുടങ്ങിയത് ആ ഒരു വിഷയത്തിന് ശേഷം. അപ്പൊ എങ്ങനെയെങ്കിലും ഹിന്ദുക്കളുടെ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളുടെ ചൈതന്യം ഇല്ലാതാകും. അതിനുവേണ്ടി കൃത്യമായ രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ തുടങ്ങി. ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ വഴി ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ തുടങ്ങി. അപ്പൊ ക്ഷേത്ര ആചാരങ്ങളെ ഇല്ലാതാക്കുക, അനുഷ്ഠാനങ്ങളെ ഇല്ലാതാക്കുക. ഞാൻ ചോദിക്കട്ടെ, എന്തെല്ലാമാണ് ശബരിമല തന്ത്രിയെ കുറിച്ചും അവിടുത്തെ പൂജാരിമാരെ കുറിച്ചും ഒക്കെ ഈ മന്ത്രിമാരെല്ലാം എന്തെല്ലാം പറഞ്ഞു. മാത്രമല്ല കഴിഞ്ഞ 2 മന്ത്രിമാരെടുക്കുക. കഴിഞ്ഞ ഒരു ദേവസ്വം മന്ത്രി എന്ന രാധാകൃഷ്ണൻ എന്ന ആള് ശബരിമലയിൽ പോയപ്പോൾ അവിടുത്തെ തന്ത്രി കൊടുത്ത ആ തീർത്ഥം ഏറ്റവും പ്രാധാന്യമുള്ള ആൾക്കാർ നെറുകയിൽ അല്ലെങ്കിൽ സേവിച്ച് നെറുകയിൽ തെളിക്കുന്ന തീർത്ഥം വെച്ച് സാനിറ്റൈസർ പോലെ കൈ കഴുകിയ ആളാണ് കഴിഞ്ഞ ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ. ഇത്തവണത്തെ ദേവസ്വം മന്ത്രി വാസവൻ ശബരിമലയെ സംബന്ധിച്ചും ശബരിമല ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം എന്ന് പറയുന്നത് മകരവിളക്ക് ദിവസമാണ്, മകര സംക്രമ ദിവസമാണ്. ആ ദിവസം ആ ഭഗവാനെ തിരുവാഭരണം അണിഞ്ഞ ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ കാത്തുകെട്ടി കിടക്കുമ്പോൾ ആ നടയിൽ പോയി നിന്ന് കൈകെട്ടി നിന്ന് ഗുസ്തി മത്സരം കാണുന്ന പോലെ നിന്ന ഒരാളാണ് ഇപ്പോഴത്തെ വാസ്തവൻ മന്ത്രി. അപ്പൊ ഇവരെല്ലാം കൂടിയാണ് ശബരിമല സംഗമം സംഘടിപ്പിച്ചത്. അപ്പൊ അയ്യപ്പന് തോന്നി എന്നാൽ അവർക്ക് പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം കൃത്യമായിട്ട്, അതായത് ഭഗവാൻ ശബരിമലയെ സംബന്ധിച്ചുള്ള ഒറ്റ കാര്യമുള്ളൂ, അവിടെ ആര് വിചാരിച്ചാലും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരാൾക്ക് മാത്രമേ അധികാരമുള്ളൂ, ഒരാൾക്ക് മാത്രമേ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അത് സാക്ഷാൽ അയ്യപ്പന് മാത്രമാണ്, വേറെ ആർക്കും ഒരു കാര്യമില്ല. അപ്പൊ ഈ സംഗമം നടക്കുന്ന 2 ദിവസം മുമ്പ് ആരോ ഒരാൾ കൃത്യമായിട്ട് പൊളിച്ചു നടിക്കുക. അതായത് അവിടുത്തെ രാത്രിക്ക് രാത്രി അവിടുത്തെ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണ്ണപ്പാളി കാണാനില്ല. ഇത് ഞാൻ അറിഞ്ഞു. ഞാൻ ഉടനെ പ്രശാന്തുമായിട്ട് എൻ്റെ അടുപ്പമുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെ ഞാൻ വിളിച്ചു. പ്രശാന്ത് എന്ത് പറ്റിക്കുന്നപ്പോ, ചേട്ടാ അത് നമ്മളത് ഇറക്കിക്കൊണ്ട് പോയത്, നന്നാക്കാൻ കൊണ്ടുപോയത് തന്ത്രി പറഞ്ഞു വലിയ പ്രശ്നമാണ്, അങ്ങോട്ട് കയറുമ്പോൾ കയ്യൊക്കെ മുറിയുന്നു എന്ന് പറഞ്ഞ് തന്ത്രി വലിയ പരാതി പറഞ്ഞു, അതുകൊണ്ട് ഇളക്കിയാണ്. ഞാനത് നിയമപരമായിട്ട് പിന്നെ അതെന്താ പ്രശ്നം, ഒരു പ്രശ്നമില്ല. നമ്മുടെ കുറെ ആൾക്കാർ ആവശ്യമില്ലാതെ കുത്തി ഇളക്കുന്നതാണ്.
ശരി, പിറ്റേ ദിവസം അതിന് വാർത്ത വന്നുകൂടി അത് ഹൈക്കോടതി ഇടപെട്ടു, അത് വലിയ വിഷയങ്ങളിലേക്ക് പോയി. ഞാൻ അപ്പം തന്നെ തന്ത്രിയെ വിളിച്ചു ചോദിച്ചു, രാജീവ് ഞാൻ അറിഞ്ഞിട്ടേയില്ലെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, അതിന് കേടുപാടുമില്ല. ഇപ്പൊ അതിന്റെ ഓരോ സത്യങ്ങളായിട്ട് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് അയ്യപ്പൻ കൊടുത്ത പണിയാണ്. അപ്പൊ ഈ അയ്യപ്പ സംഘം സമയത്ത് തന്നെ അവിടെ വലിയൊരു പ്രശ്നം കൂടാണ് ഇവർ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പോകാൻ തീരുമാനിച്ച ആൾക്കാർ വരെ പോകാതായി. അപ്പൊ ഇത് ഓരോ അവസരങ്ങളിൽ, അതായത് എന്തിനു വേണ്ടിയാണോ, എന്തിനെ നന്നാക്കാനാണോ അവർ ശ്രമിച്ചത്, അതിന് എതിരായിട്ടേ വരുള്ളൂ അവർ. ഇപ്പൊ പിണറായി വിജയൻ വന്ന് ഗീതാവചനങ്ങൾ ഛർദ്ദിച്ചെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാത്ത എന്തെങ്കിലും നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ വൊമിറ്റ് ചെയ്യും, ഛർദ്ദിക്കും, നമ്മുടെ ശരീരത്തിന് അത് പിടിക്കാതെ വരും. പിണറായി വിജയന്റെ നാവിന് ചേരുന്നതല്ല ഗീതാവചനങ്ങൾ ഒരിക്കലും. അപ്പൊ ഗീതാവചനങ്ങൾ പുള്ളി ഛർദ്ദിക്കുകയാണ് ചെയ്തത്, ആരോ എഴുതി കൊടുത്തു. അപ്പൊ അതുപോലെയുള്ള ആൾക്കാരുടെ കൈവശമാണെന്ന് നമ്മുടെ ക്ഷേത്രങ്ങളും നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളും എല്ലാം. ഇപ്പോൾ വിശ്വപരിഷത്ത് എത്രയോ വർഷമായിട്ട് സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്ഷേത്രങ്ങളെ മോചിപ്പിക്കണം. ഈയിടെ ഞങ്ങളൊരു പറഞ്ഞു, പണ്ടൊരു ക്ഷേത്ര പ്രവേശന സമരം ഉണ്ടായി 1930 കാലഘട്ടത്തിൽ. അതിൽ നിന്നാണ് ചിത്രരചനായ ക്ഷേത്ര പ്രവേശന വിളംബരം പ്രഖ്യാപിച്ച് ക്ഷേത്രങ്ങളിലേക്ക് എല്ലാ ആൾക്കാർക്കും പ്രവേശിക്കാനുള്ള അനുവാദം കൊടുത്തു. ഇനിയിപ്പോ വേണ്ടത് എന്താണ്? ഒരു ക്ഷേത്ര വിമോചന സമരമാണ് ഇനിയും വേണ്ടത്. ക്ഷേത്രം ഭരിക്കേണ്ടത് ആരാണ്? ഒരു ക്ഷേത്രം ഭരിക്കേണ്ടത് ക്ഷേത്ര വിശ്വാസികളായിരിക്കും. നമുക്ക് വിശ്വാസമില്ലാത്ത കാര്യം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എനിക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യം എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ചെയ്താൽ അതെന്താ പറയാ, അത് യാന്ത്രികമായി പോകും, അല്ലെങ്കിൽ ആർക്കാനും വേണ്ടി ചെയ്യുന്നതാവും, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും. അപ്പൊ പൈസ തട്ടിയെടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന സർക്കാരും ദേവസ്വം ബോർഡുകളിൽ വരുന്ന മെമ്പർമാർക്കും. ഇപ്പൊ ഈയിടയ്ക്ക് ഈ പ്രശാന്ത് തന്നെ പല സ്ഥലത്ത് പറഞ്ഞു, എന്നോട് പേഴ്സണാൽ പറഞ്ഞു, ചേട്ടാ അത് ശബരിമലയിൽ കിട്ടുന്ന പൈസ ഇല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളൊക്കെ പൂട്ടിയിടേണ്ടി വരും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കേരളത്തിൽ എത്ര ക്ഷേത്രമുണ്ടെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഏകദേശം 50,000 ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ. ഈ 50,000 ക്ഷേത്രങ്ങളിൽ 4 ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, കുടൽമാണിക്യ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഈ 4 ദേവസ്വം ബോർഡും കൂടി ഉള്ളത് 5000-ൽ താഴെ ക്ഷേത്രങ്ങളാണ്. ബാക്കി 47 ക്ഷേത്രങ്ങളാണ് നടക്കുന്നത്. ശബരിമലയിൽ നിന്ന് 10 പൈസ കൊടുക്കുന്നുണ്ടോ അവർക്ക്? ഇല്ലല്ലോ. അപ്പൊ ഓരോ ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങളുടെ വരുമാനം അനുസരിച്ച് ഈ ക്ഷേത്രം എങ്ങനെ നടക്കുന്നത്, ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ സമർപ്പിക്കുന്ന കാണിക്കയായാലും അല്ലെങ്കിൽ അവർ നടത്തുന്ന വഴിപാടുകളായാലും ആ രീതിയിലാണ് ക്ഷേത്രം നടന്നു പോകുന്നത്. അല്ലാതെ എല്ലാ ക്ഷേത്രങ്ങൾക്കും ശബരിമല വരുന്ന വരുമാനം മറ്റവർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു ക്ഷേത്രത്തിന് വരുന്ന വരുമാനം അനുസരിച്ച് വേണം ആ ക്ഷേത്രത്തെ ചെലവ് നിജപ്പെടുത്താൻ. ഇവിടെ പല ക്ഷേത്രങ്ങളിലും ചെറിയ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഈ പാർട്ടിക്കാരെയാണ് അവിടെ എല്ലാം കൊണ്ടുവന്ന് ഓരോ ജോലി കൊടുത്ത് പ്രതിഷ്ഠിക്കുന്നത്. അപ്പൊ അവർക്ക് ആ ഭീമമായ ശമ്പളം, ചില പൂജാരിമാർക്കുള്ളേക്കാൾ ശമ്പളമാണ് അവിടെ അടിച്ചടിക്കും. അതുപോലെ ക്ലർക്ക് 1 ലക്ഷം രൂപ വരെയൊക്കെയാണ് ക്ഷേത്രത്തിലെ ക്ലർക്കിന്റെ ശമ്പളം. ആലോചിച്ച് നോക്കി, ആ ക്ഷേത്രത്തിന്റെ വരുമാനം കൂടി വന്നാൽ ചിലപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് താഴെ കാണും ഒരു മാസം. അവിടെയാണ് 4-5 ലക്ഷം രൂപ ശമ്പളമായിട്ട് പോകുന്നത്. ഇങ്ങനെ വരുമ്പോഴാണ് ഈ പൈസ അധികമാകുന്നത്. അപ്പൊ ഇതിനെല്ലാം അയ്യപ്പ ഭക്തരും ഈശ്വര വിശ്വാസികളും ഇതിന്റെ ചുമതല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്, നിങ്ങൾ ശബരിമലയല്ല ദേവസ്വം കൊണ്ട് ഏത് ക്ഷേത്രങ്ങളിൽ വയ്ക്കുള്ളൂ, അവിടെ ഇരിക്കുന്ന ഭഗവാൻ നിങ്ങളുടെ കയ്യിലെ പോക്കറ്റിലെ പൈസയ്ക്ക് വേണ്ടിയല്ല ഇരിക്കുന്നത്. നിങ്ങളവിടെ വരിക, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നേർച്ച ഇട്ടേ പറ്റുള്ളൂ, 1 രൂപയുടെ ഒരു നാണയം നേർച്ച ഇടുക, പ്രാർത്ഥിക്കുക, തിരിച്ചു പോരുക. വൈകിട്ട് നെയ്യ് അഭിഷേകമാണെങ്കിൽ നെയ്യ് കൊണ്ട് കൊടുക്കുക, നെയ്യ് അഭിഷേകം ചെയ്യുക, എണ്ണ കൊണ്ട് കൊടുക്കുക. അതും ഈ കിട്ടുന്ന നമ്മൾ കേരളത്തിൽ കിട്ടുന്ന ഈ പറഞ്ഞ മറ്റേ മീനും ഇറച്ചിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ എണ്ണയും വെളിച്ചെണ്ണയും ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത്. പ്രധാനം കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പ്രാർത്ഥിക്കുക, തിരിച്ചു വരിക, 10 പൈസ ഇടാതിരിക്കുക. ശബരിമല എന്ന പേരിൽ ഇത്രയും കാലമായിട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തു വരുന്ന ആൾക്കാരെല്ലാം അവിടെ തൊഴുത് അവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന അരവണയും അപ്പവുമാണ്. ഇത് ഭഗവാൻ കാണാത്ത സാധനമാണ്, 18-ാം പടിക്ക് മോളിൽ പോലും കാണാത്ത സാധനമാണ്. വെറും ഒരു ഫാക്ടറി ഉൽപ്പന്നമാണ് അവിടുത്തെ അരവണയും അപ്പവും. ഇതാണ് ഭക്തരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഓരോ കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാമിജി പറഞ്ഞു വന്നതിലേക്ക് വരാം. സ്വാമിജി പറഞ്ഞ എന്താണ്? അവിടെ ഇരിക്കുന്നത് വാവരല്ല. എന്റെ ഗുരു പറഞ്ഞിട്ടുണ്ട്, എന്റെ ഗുരു ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി തിരുവടികൾ 30 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇരിക്കുന്ന വാവരല്ല, വാവുരനാണ്. കഴിഞ്ഞ 3-4 ദേവപ്രശ്നങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് അവിടെ വാവുരസ്വാമിയാണ്
ശബരിമല ധർമ്മശാസ്താവിന്റെ ഏറ്റവും പ്രധാന സേവകനായ വാവുലസ്വാമിയാണ് ശബരിമലയിൽ ഇരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൈന്ദവ സൈദ്ധാന്തികനായ പരമേശ്വർജി അദ്ദേഹം എഴുതിയിട്ടുണ്ട് വാവുലസ്വാമിയെ കുറിച്ച്. ഇതിനെയാണ് വാവലാക്കി മാറ്റി മതേതരമാക്കി മാറ്റാൻ. ഇപ്പൊ പിണറായി വിജയൻ അവിടെ പ്രസംഗിച്ചു ശബരിമല ഒരു മതേതര സ്ഥാപനമാണ്. ശബരിമല എങ്ങനെ മതേതര സ്ഥാപനമാവും? ശബരിമല ഹൈന്ദവ ക്ഷേത്രമാണ്. അവിടെ വരുന്നവർക്ക് വരാം, മറ്റുള്ള മതക്കാർക്ക് വരാം. അത് മൂകാംബിയിൽ പോകുന്നില്ല മറ്റു മതക്കാർ. മറ്റെത്രയോ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, അവിടെയൊക്കെ പോവാം. പക്ഷെ അവര് വിശ്വാസികളായിരിക്കണം. അവിശ്വാസികൾ കാര്യമില്ല. ഞാനിപ്പം പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ ഈ ദേവസ്വം ബോർഡിനെ വെല്ലുവിളിക്കുന്നു. കഴിഞ്ഞ മണ്ഡലകാലത്ത് വേണ്ട, ഇപ്പൊ മണ്ഡലകാലം വരില്ലേ, ഈ മണ്ഡലകാലത്ത് നിങ്ങൾ ഈ പറഞ്ഞ വിർച്വൽ ക്യൂ വഴിയാണല്ലോ പലരും വരുന്നത്. വിർച്വൽ ക്യൂ എടുത്ത് ലിസ്റ്റ് എടുത്ത് പരിശോധിക്കൂ. അവിടെ വരുന്ന ഹിന്ദുക്കളല്ലാത്ത എത്ര മറ്റു മതസ്ഥരുണ്ട്? എത്ര ക്രിസ്ത്യാനികൾ ശബരിമല ദർശനത്തിന് വരുന്നു? എത്ര മുസ്ലിങ്ങൾ ശബരിമല ദർശനത്തിന് വരുന്നു? ലിസ്റ്റ് പുറത്താകട്ടെ. ഒരാൾ പോലും ഉണ്ടാവില്ല. അവിടെ കച്ചവടത്തിന് വേണ്ടി വന്നിരിക്കുന്നവർ മുസ്ലിമും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും അല്ലാതെ ശബരിമല അയ്യപ്പനെ ദർശനം നടത്താൻ വേണ്ടി ഒരു ക്രിസ്ത്യാനി ഒരു മുസ്ലിമും ശബരിമല വരാറില്ല. വളരെ അപൂർവമായി 1% 100-ൽ ഒരാൾ ചിലപ്പോൾ ഉണ്ടായി, യേശുദാസിനെ പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരാൾ ഉണ്ടായേക്കാം. അല്ലാതെ ആരും അവിടെ വരാറില്ല. മാത്രമല്ല അവിടെ ഈ വാവൽ എന്ന് പറഞ്ഞിട്ട് വാവല നടയിലിരിക്കുന്ന ആൾക്കാർ 10 പൈസ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും കാണിക്ക വെച്ചിട്ടുണ്ടെങ്കിൽ ആ നടയിൽ കാണിക്കയില്ല. കാണിക്കുള്ളത് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ നടയിൽ ഇരിക്കുന്നവർ പോലും 18 മണിക്ക് മുകളിൽ പോയി പോകാനും ദർശനം നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ വാവൂര് പള്ളി എന്ന് പറയുന്നു. ഈ വാവൂര് പള്ളി എന്ന് പറഞ്ഞാൽ എരുമേലിന്റെ പള്ളിയേ ഇല്ല. 30 വർഷം 40 വർഷങ്ങൾക്ക് മുമ്പ് ഈ അവിടുത്തെ മഹൽ കമ്മിറ്റിക്കാര് കാഞ്ഞിരപ്പള്ളി കോടതിയിൽ കേസ് കൊടുത്ത് വിധി വാങ്ങിച്ചിട്ടുണ്ട്. അവിടെയുള്ള വാവൂര് പള്ളിയല്ല, അത് നൈനാർ മസ്ജിദാണ്. അപ്പൊ അവിടെയും പറ്റിക്കപ്പെടുക, അവിടെയും അയ്യപ്പന്മാർ പറ്റിക്കപ്പെടുക. അതിന് ഖബറാണ്. യഥാർത്ഥത്തിൽ അയ്യപ്പ വിശ്വാസികൾ നമ്മൾ മാല അണിഞ്ഞാൽ, മാലയെന്നല്ല പറയുന്നത്, നമ്മൾ പറഞ്ഞ മുദ്രയെന്നാണ്. ഭഗവാന്റെ മുദ്ര അണിഞ്ഞു കഴിഞ്ഞാൽ വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന്